തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ കാട്ടാക്കട സബ് ജില്ലയുടെ കീഴിലുള്ള മൈലം ഗവൺമെന്റ് LPSലെ ശലഭോദ്യാനത്തിലെ കുറച്ചു വിശേഷങ്ങൾ അറിഞ്ഞുവരാം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേപ്പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അതെ, പൂമ്പാറ്റകൾ. ഞങ്ങളുടെ ശലഭോദ്യാനത്തിലെ പ്രധാന വിശേഷം ഇവിടെ വിരുന്നെത്തിയ ശലഭങ്ങൾ തന്നെയാണ്. ചിറകുകളിൽ വ്യത്യസ്ത വർണ്ണങ്ങൾ കൊണ്ട് വ്യത്യസ്ത ചിത്രപ്പണികളോട് കൂടിയ ചിത്രശലഭങ്ങൾ. പരിസര പഠനത്തിലെ പാഠഭാഗങ്ങളിൽ ഞങ്ങൾ പരിചയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ നടത്തിയ നിരീക്ഷണത്തിൽ പരിചയപ്പെട്ട പൂമ്പാറ്റകളെ ടീച്ചറുടെ സഹായത്തോടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും വായനശാലകളിൽ നിന്നും ശേഖരിച്ച പുസ്തകങ്ങളിലൂടെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞ വിവരങ്ങളുടെയും ഞങ്ങളുടെ നിരീക്ഷണങ്ങളിലൂടെയും പങ്കുവയ്ക്കൽ നിങ്ങളുടെ കൂടെ അറിവിലേക്കായി. കൃഷ്ണശലഭം വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഈ ചിത്രശലഭത്തിന്റെ പേരാണ് കൃഷ്ണശലഭം. കേരളത്തിൽ വലിപ്പത്തിൽ 2-ാം സ്ഥാനമുള്ള ഈ ചിത്രശലഭം നമ്മുടെ സ്കൂൾ വളപ്പിൽ ചെത്തിപ്പൂവിലിരുന്ന് തേൻ കുടിക്കുന്ന കാഴ്ച സർവ്വസാധാരണമാണ്. ഇവയുടെ മുൻചിറകുകൾ നീല കലർന്ന കറുപ്പാണ്. ഇതിൽ ഇളം നീലയും ചേർന്നിരിക്കും. ഇളം നീല നിറത്തിലുള്ള പിൻചിറകുകളിൽ കറുത്ത കുത്തുകൾ ഉണ്ടായിരിക്കും. മുൻചിറകിന്റെ തുടക്കത്തിൽ ചുവന്ന അടയാളം കാണാം. ആകെ കൂടി ഇരുണ്ട നീല നിറം ആയതുകൊണ്ടാണ് ഇവയ്ക്ക് കൃഷ്ണശലഭം എന്ന പേര് ലഭിച്ചത്. ഈർപ്പമുള്ള അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ഇവർ പുഴയോരത്തും മറ്റുമുള്ള നനഞ്ഞ മണ്ണിൽ വളരെ നേരം ചെലവഴിക്കാറുണ്ട്. ഇതിലൂടെ ശരീരത്തിന് ആവശ്യമായ അധിക പോഷണങ്ങൾ വലിച്ചെടുക്കുന്ന മഡ് പഡ്ലിംഗ് എന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇവ നാരക ചെടികളിലാണ് മുട്ടയിടാറ്. മഞ്ഞ നിറത്തിൽ ഗോളാകൃതിയിലാണ് ഇവയുടെ മുട്ടകൾ. ആൺശലഭത്തെ അപേക്ഷിച്ച് പെൺശലഭത്തിന് വലിപ്പം കൂടുതലാണ്. ആൺ പൂമ്പാറ്റകൾ വെയിലിൽ പറന്നു നടക്കാറുണ്ട്. എന്നാൽ പെൺ പൂമ്പാറ്റകൾക്ക് തണലിൽ കഴിയാനാണ് ഇഷ്ടം. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കൂട്ടരാണിവർ. പച്ച കലർന്ന വെള്ള നിറത്തോടു കൂടി നമ്മുടെ പൂന്തോട്ടത്തിൽ എപ്പോഴും പാറി നടക്കുന്ന ഈ കൂട്ടരാണ് തകരമുത്തി. ചിറകിൽ തിളങ്ങുന്ന വെള്ള നിറത്തോടു കൂടി 2-3 പുള്ളികളുണ്ടാകും. ഇവയുടെ സ്പർശനികൾ ഇരുണ്ട ചുവന്ന നിറമാണ്. ആൺ പൂമ്പാറ്റകളുടെ ചിറകിന്റെ അരിക് ഇതുപോലെ കറുത്തതായിരിക്കും. കണിക്കൊന്ന, ആനത്തകര, അഗത്തി, ചക്രത്തകര എന്നിവയിലാണ് ഇവ സാധാരണ മുട്ടയിടാറ്. ഓരോ സമയവും നിരവധി മുട്ടകൾ വിരിഞ്ഞ് ശലഭപ്പുഴുക്കൾ പുറത്തേക്ക് വരും. ഇവയുടെ ലാർവകൾക്ക് ഋജുവായ വീതിയേറിയ കറുത്ത വരകളുണ്ട്. മോട്ടിൽ എമിഗ്രന്റ് എന്ന ഇവയുടെ ഇംഗ്ലീഷ് നാമം സൂചിപ്പിക്കും പോലെ ദേശാടന സ്വഭാവക്കാരാണ് ഇവർ. വളരെ വേഗത്തിൽ പറക്കുന്ന ഇവ വെയിൽ കായുന്ന ശീലക്കാരാണ്. എന്നാൽ വളരെ ഉയരത്തിൽ പറക്കാറില്ല. ഇവയെ ഞങ്ങൾ ചെറുകൂട്ടങ്ങളായ സ്കൂൾ പരിസരത്തൊക്കെ കാണാറ്. ഇവയിൽ ആൺ പൂമ്പാറ്റകൾ പൂന്തേൻ കഴിക്കുന്നതിനോടൊപ്പം മറ്റു ഭക്ഷണ സാധനങ്ങളും രുചിക്കാറുണ്ട്. വയൽക്കോത. പുറം ചിറകുകളിൽ വിളറിയ ലാവൻഡർ ബ്രൗൺ നിറത്തോടു കൂടി നമ്മുടെ സ്കൂൾ മുറ്റത്ത് താഴ്ന്നു പറന്ന് നടക്കാറുള്ള ഈ സുന്ദരിയുടെ പേരാണ് വയൽക്കോത. പേര് സൂചിപ്പിക്കും പോലെ വയലുകളും പാടങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഇവർക്ക് ഏറെ പ്രിയം. വരണ്ട പ്രദേശങ്ങളോട് താല്പര്യമില്ല. ഗ്രേം പാൻസി എന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഇവയ്ക്ക് മഴ കിട്ടുന്ന ഈർപ്പമുള്ള പ്രദേശങ്ങളാണ് ഇഷ്ടത്താവളങ്ങൾ. കമാൻഡർ എന്ന ഇംഗ്ലീഷ് നാമുള്ള ഈ പൂമ്പാറ്റയുടെ ചിറകുകളുടെ മുകൾ വശത്ത് ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ്. ഇതിൽ V ആകൃതിയിൽ വെള്ളപ്പൊട്ടുകളുടെ നിരകളുമുണ്ട്. ഞൊറികൾ പോലെയുള്ള ചിറകരിക് ഒരു പ്രത്യേക ഭംഗി ഇവയ്ക്ക് നൽകുന്നുണ്ട്. ചിറകുകളുടെ അടിഭാഗം ചാരനിറം കലർന്ന വെളുപ്പാണ്. വർണ്ണപ്പകിട്ടുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഈ പൂമ്പാറ്റയ്ക്ക് വെള്ളില ചെടിയോടുള്ള താല്പര്യമുണ്ടാവാം. വെള്ളില തൊഴി എന്ന ഭാഷാനാമം ലഭിച്ചത് വെള്ളില, ആറ്റുവഞ്ചി, കാട്ടകത്തി, നീർക്കടമ്പ് തുടങ്ങിയ ചെടികളിൽ ആണ് സാധാരണ കാണുക. കാട്ടുപ്രദേശത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ മൊസന്ത, വെള്ളില തുടങ്ങിയവയിലാണ് മുട്ടയിടുക. ഇവയുടെ ലാർവകൾക്ക് ഇരുണ്ട നിറമാണ്. ലാർവയുടെ ശരീരത്തിൽ മുള്ളുകൾ പോലെയുള്ള ഭാഗങ്ങളുമുണ്ട്. ഉണക്കക്കമ്പിൽ ഇല ചുരുണ്ടതുപോലെയുള്ള പൂപ്പകളെ അതീവ ശ്രദ്ധയോടെ തിരിച്ചറിയാനാവും.
ഇടയ്ക്കിടെ മാത്രം ചിറകറ്റം വീശി വായുവിലൊഴുകി പറക്കുന്ന കൂട്ടരാണ് ഇവർ. എരുക്കുതപ്പി. നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും കൃഷിയിടങ്ങളിലും ഏതു കാലാവസ്ഥയിലും കാണുന്ന ഈ ശലഭം നമ്മുടെ സ്കൂൾ വളപ്പിൽ പുല്ല് വളർന്നു നിൽക്കുന്ന പ്രദേശത്തും കളിസ്ഥലങ്ങളിലും മറ്റു ധാരാളമായി കാണാറുണ്ട്. ഈ പൂമ്പാറ്റയ്ക്ക് എരിക്കിന്റെ ഇല ഏറെ പ്രിയപ്പെട്ട ആഹാരമാണ്. അതുകൊണ്ടാവാം ഇവന് എരിക്ക് തപ്പി എന്ന പേര് ലഭിച്ചത്. പൊന്നരളി, പാൽവള്ളി തുടങ്ങിയ സസ്യങ്ങളിലും ഇവയെ കാണാറുണ്ട്. ആഹാര ചെടിയിൽ നിന്നും ലഭിക്കുന്ന വിഷാംശം ദേഹത്തുള്ളതിനാൽ ഇവയെ ഇരപിടിയന്മാർ ആക്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ മറ്റു ചില ശലഭങ്ങൾ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് ഇവയുടെ രൂപം അനുകരിക്കാറുണ്ട്. മുൻചിറകുകളുടെ മേലറ്റം കറുപ്പ് നിറത്തിലും പിന്നറ്റം ഓറഞ്ച് കലർന്ന തവിട്ടു നിറത്തിലുള്ള ഇവർ ഇംഗ്ലീഷിൽ പ്ലെയിൻ ടൈഗർ എന്നറിയപ്പെടുന്നു. പിൻചിറകുകളാവട്ടെ മങ്ങിയ ഓറഞ്ച് നിറത്തിലും കറുത്ത അരികളോട് കൂടിയതാണ്. ഇവയുടെ ലാർവകൾക്ക് കറുപ്പും മഞ്ഞയും ചുവപ്പും വലയങ്ങൾ ദേഹത്തുണ്ട്. തിളക്കമേറിയ പ്യൂപ്പയിൽ സ്വർണ്ണക്കുത്തുകളും കാണാം. ഇവയുടെ ലാർവകൾ ഉറുമ്പ്, എട്ടുകാലി, കടന്നൽ എന്നിവ ഭക്ഷണമാക്കാറുമുണ്ട്. അരളി ശലഭം ദക്ഷിണേന്ത്യയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഈ ശലഭം ഇംഗ്ലീഷിൽ കോമൺ ക്രോ, കോമൺ ഇന്ത്യൻ ക്രോ, ഓസ്ട്രേലിയൻ ക്രോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പഴമക്കാർ കാക്കപ്പൂമ്പാറ്റ എന്ന് വിളിക്കുന്ന ഈ ശലഭത്തിന് അരളി ശലഭം എന്നും പേരുണ്ട്. അരളി, ആൽവർഗ സസ്യങ്ങൾ, പാറകം, ഇലഞ്ഞി തുടങ്ങിയവയാണ് ഇവയുടെ ലാർവ ഭക്ഷണ സസ്യങ്ങൾ. ഇതിൻ്റെ ലാർവകൾ അരളിച്ചെടിയുടെ അടിയിൽ സർവ്വസാധാരണമായി കാണുന്ന കാഴ്ചയാണ്. കേട്ടിട്ടില്ലേ? അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ. ഇതിന് അരളി ശലഭം എന്ന് പേര് വരാൻ കാരണവും ഇത് തന്നെയാണ്. ചെത്തി, കമ്മ്യൂണിസ്റ്റ് പച്ച തുടങ്ങിയവയിലെ പൂക്കളിൽ നിന്നുള്ള തേൻ ഇവയുടെ ഇഷ്ടഭക്ഷണമാണ്. ചിലയിലും ചെടികളുടെ നീരും ഇവ ഊറ്റിക്കുടിക്കാറുണ്ട്. ആഹാരത്തിലൂടെ ലഭിക്കുന്ന വിഷാംശം മറ്റു ജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഇവയെ രക്ഷിക്കുന്നു. ഇവയുടെ ചിറകുകൾക്ക് ഇരുണ്ട തവിട്ട് നിറമാണ്. പുറകിലെ ചിറകുകൾക്ക് 2 വരി വെളുത്ത കൊട്ടും ഉണ്ട്. ഇവ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ സ്കൂൾ പരിസരത്ത് ഇടയ്ക്കിടെ വിരുന്നെത്തുന്ന ഇവന്റെ പേരാണ് വൻചൊട്ട ശലഭം. ഇംഗ്ലീഷിൽ ഗ്രേറ്റ് എഗ് ഫ്ലൈ, ബ്ലൂ മൂൺ എന്നും വിളിക്കപ്പെടുന്ന ഈ ശലഭം ഇല പൊഴിയുന്ന മരങ്ങളുള്ള വനങ്ങൾ, ഇടതൂർന്ന കുറ്റിക്കാടുകൾ, പച്ചപ്പുള്ള മനുഷ്യവാസ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് സാധാരണ കാണാറുള്ളത്. ആൺശലഭങ്ങളുടെ ചിറകിന്റെ മുകൾ വശം കറുത്തതാണ്. മുകൾ വശത്തായി മുൻചിറകിൽ 2 ജോഡിയും പിൻചിറകിൽ 1 ജോഡിയും അങ്ങനെ 3 ജോഡി വെള്ളപ്പാടുകൾ കാണാൻ സാധിക്കും. ഈ വെള്ളപ്പാടുകൾക്ക് ചുറ്റും തിളങ്ങുന്ന പർപ്പിൾ നിറം കാണാൻ സാധിക്കും. പെൺശലഭങ്ങളുടെ ചിറകിന്റെ മുകൾ വശം ബ്രൗൺ കലർന്ന കറുത്ത നിറമാണ്. ഇതിൽ പാടുകൾ ഉണ്ടാവില്ല. ചിറകിന്റെ അരികുകൾ അരളി ശലഭത്തിൻ്റെതുപോലെയുള്ള കുത്തുകളാണ് ഉള്ളത്. ഇവയുടെ ആൺ പെൺ ശലഭങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പെൺശലഭങ്ങൾ മുട്ടയിട്ട് ഇലകൾക്ക് കാവലിരിക്കാറുണ്ട്. ആൺശലഭങ്ങൾ സ്വന്തം പ്രദേശം കാത്തു സൂക്ഷിക്കാറുമുണ്ട്. ഉറുമ്പുകൾ ശലഭമുട്ടകൾ തിന്നാറുമുണ്ട്. ചീര, കുറുന്തോട്ടി എന്നിവയിലാണ് ഇവയെ സാധാരണമായി കാണുന്നത്. അടുത്തു വരുന്ന മറ്റു ശലഭങ്ങളെ ആട്ടിയോടിക്കുന്ന സ്വഭാവക്കാരായ ഇവ ഇടയ്ക്കിടയ്ക്ക് തറയിൽ തപ്പി നടക്കുന്നതും കാണാം. നീലക്കടുവ. ഇരുണ്ട നിറത്തിലുള്ള ചിറകിൽ നീലവരകളും നീലക്കുത്തുകളുമായി കടുവയെ അനുസ്മരിപ്പിക്കുന്ന ഈ പൂമ്പാറ്റയുടെ പേരാണ് നീലക്കടുവ. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഈ പൂമ്പാറ്റകൾ നമ്മുടെ സ്കൂൾ പരിസരത്ത് കുറ്റിച്ചെടികൾക്കിടയിലും പുൽപ്രദേശങ്ങളിലും എപ്പോഴും പാറി നടക്കുന്നത് കാണാം. ഇവനെ ഇംഗ്ലീഷിൽ ബ്ലൂ ടൈഗർ എന്നറിയപ്പെടുന്നു. പ്രായം കൂടുന്തോറും ഇവരുടെ ചിറകിലെ നീല നിറം വിളറി വരും. വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഇവരിലെ ആൺ പൂമ്പാറ്റകളിലെ ചിറകിനടിവശത്ത് നടുവിൽ ചെറുസഞ്ചി പോലെ ഒരു ഭാഗം കാണാം. അപ്പ, കിലുക്കി എന്നീ ചെടികളുടെ നീര് ഊറ്റിക്കുടിച്ച് ഇവർ ഇണകളെ ആകർഷിക്കാറുണ്ട്. ആൺ പൂമ്പാറ്റകൾ പെൺപൂമ്പാറ്റകളെക്കാൾ ചെറുതാണ്. ദേശാടന സ്വഭാവം കാണിക്കുന്ന ഇവർ ദേശാടനത്തിന് മുമ്പും പിമ്പും കൂട്ടമായി ഒത്തുചേരുക പതിവാണ്. പൊന്നരളി, എരിക്ക്, പള്ളിപ്പാല തുടങ്ങിയവയിൽ ഇവയെ കാണാനാകും. ഇവയുടെ പൂമ്പാറ്റ പുഴുക്കൾക്ക് ഇളം പച്ചയോ മഞ്ഞയോ നിറമായിരിക്കും. ദേഹത്ത് വിലങ്ങിന് കറുത്ത വളയങ്ങളുണ്ട്. പച്ച നിറത്തിലുള്ള പ്യൂപ്പകളിൽ സ്വർണ്ണക്കുത്തുകൾ കാണാം. ചോക്ലേറ്റ് ശലഭം.
ചോക്ലേറ്റ് നിറമുള്ള ചിറകിൽ ഇരുണ്ട വരകളും അടയാളങ്ങളുമുള്ള ഇവൻ്റെ പേരാണ് ചോക്ലേറ്റ് ശലഭം. തേനിനോട് വളരെ പ്രിയമുള്ള ഈ ശലഭത്തെ ഇംഗ്ലീഷിൽ ചോക്ലേറ്റ് പാൻസി എന്നറിയപ്പെടുന്നു. ഈ ശലഭങ്ങൾ തൻ്റെ അതിർത്തിക്കുള്ളിൽ ജാഗരൂകരായിരിക്കും. അതിർത്തി കടന്നു വരുന്ന അന്യശലഭങ്ങളെ പിന്തുടർന്ന് തുരത്തുന്ന ഇവരെ പട്ടാള ശലഭമെന്നും അറിയപ്പെടുന്നു. കരിങ്കുറിഞ്ഞി, വയൽ ചുള്ളി എന്നിവയാണ് ശലഭപ്പുഴുവിൻ്റെ പ്രധാന ആഹാര സസ്യങ്ങൾ. പൊതുവെ ആഹാര സസ്യങ്ങളുടെ അയൽപ്പക്കത്തെ സസ്യങ്ങളിലാണ് ഇവർ മുട്ടയിടുക. പൊന്തച്ചുറ്റൻ. കുന്നിൻ പ്രദേശങ്ങളിലും പൊന്തക്കാടുകളിലും എപ്പോഴും കാണാവുന്ന ഇവ നമ്മുടെ സ്കൂൾ വളപ്പിൽ കുറ്റിച്ചെടികൾക്കിടയിലൂടെയും ജമന്തി തോട്ടത്തിനിടയിലൂടെയും എപ്പോഴും പാറി നടക്കുന്നത് കാണാം. ചിറകടിച്ച് വായുവിൽ തെന്നി പൊന്തകളിലൂടെ നീങ്ങുന്നതിനാൽ ഇവയെ പൊന്തച്ചുറ്റൻ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ പൊന്തകളിലൂടെ ചുറ്റിയടിക്കുന്ന ഇവ തങ്ങളുടെ മേഖലയിൽ കടന്നെത്തുന്ന മറ്റു ശലഭങ്ങളെ ആട്ടിയകറ്റുന്ന തരക്കാരാണ്. കപ്പലിലെ തുഴച്ചിൽക്കാരുടേതുപോലെ കറുത്ത വരകൾ ഈ പൂമ്പാറ്റയുടെ ശരീരത്തിൽ ഉള്ളതിനാലാവും കോമൺ സെയിലർ എന്ന ഇംഗ്ലീഷ് പേര് ലഭിച്ചത്. ചിറകിന്റെ അടിവശം സ്വർണ്ണ നിറം കലർന്ന തവിട്ട് നിറമാണ്. ഇതിൽ വെളുത്ത വരകളുമുണ്ട്. ഇരുൾ, ഇലവ്, നായ്ക്കരുണ, വൻപയർ തുടങ്ങിയ സസ്യങ്ങളിലാണ് സാധാരണ കാണുക. പൂക്കളിൽ നിന്ന് തേൻ നുകരുകയും മണ്ണിലെ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ധാതു ലവണങ്ങൾ വലിച്ചെടുക്കുന്ന മഡ് പഡ്ലിങ്ങിൽ ഏർപ്പെടുകയും പതിവാണ്. ഇവയുടെ പൂമ്പാറ്റപ്പുഴുക്കൾ ഇരുണ്ട നിറത്തിൽ സസ്യങ്ങളുടെ ഇലത്തുമ്പിൽ ഉണങ്ങിയ ഇല പോലെ കാണുന്നു. പ്യൂപ്പയിൽ ചില പുള്ളികളും കാണാം. ആവണച്ചോപ്പൻ. ഇരുണ്ട ഓറഞ്ച് നിറമുള്ള ചിറകുകളിൽ കറുത്ത മഷിപ്പേന കൊണ്ട് ആരോ എഴുത്തു പഠിച്ചതുപോലെയുള്ള കറുത്ത വരകളുള്ള ഈ പൂമ്പാറ്റയാണ് ആവണച്ചോപ്പൻ. മുൻ ചിറകുകളുടെ മുന്നിൽ വെളുത്ത പാടുണ്ട്. ചിറകിനടിവശം ഇരുണ്ട തവിട്ട് നിറമാണ്. പേര് സൂചിപ്പിക്കും പോലെ ആവണക്ക്, കൊടിത്തുവ എന്നിവയാണ് ലാർവാ ഭക്ഷണ സസ്യങ്ങൾ. ഈ ചെടികളിൽ പച്ച നിറത്തിൽ തവിട്ട് വരകളുള്ള ഇവയുടെ പ്യൂപ്പകൾ വളരുന്നതിനാൽ എപ്പോഴും ഈ ചെടികളുടെ ചുറ്റും ഇവയെ കാണാം. പൂമ്പാറ്റ പുഴുക്കളുടെ ശിരസിൽ മുള്ളുപോലെയുള്ള ഒരു ഭാഗം ഉണ്ട്. ഇടയ്ക്കിടെ മാത്രം ചിറകടിച്ച് സാവധാനം പറന്നു നടക്കുന്ന കൂട്ടരാണ് ഇവർ. വഴനശലഭം. വേഷപ്രച്ഛനം നടത്തുന്ന ഒരു ശലഭമാണ് വഴനശലഭം. വിഷമയമല്ലാത്തവയും ഭക്ഷ്യയോഗ്യവുമായ ഈ ശലഭം ഇരിയപ്പിടയന്മാരിൽ നിന്നും രക്ഷ നേടാൻ ഭക്ഷണയോഗ്യമല്ലാത്ത നീലക്കടുവയും അരളിശലഭത്തെയും അനുകരിക്കുന്നു. കറുത്ത ചിറകിൽ വെള്ളവരകളും പൊട്ടുകളുമുള്ള ഈ ചിത്രശലഭം നീലക്കടുവ എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നാം. ചിറകിന് അടിവശത്തും വരകളും പൊട്ടുകളും ഉണ്ടെങ്കിലും അവ മുകൾ വശത്തേക്കാൾ വലുതും തെളിഞ്ഞതുമാണ്. പിൻചിറകിലെ മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകളാണ് ഇവയെ നീലക്കടുവയിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അരളിശലഭത്തിന്റെ രൂപം അനുകരിക്കുന്ന കറുപ്പ് നിറത്തിൽ പൊട്ടുകളുള്ള ഇവയുടെ പൊട്ടുകളുടെ രൂപത്തിലുള്ള വ്യത്യാസവും പിൻചിറകിലെ മഞ്ഞ പൊട്ടുകളുമാണ് വഴനശലഭം എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. രണ്ട് രൂപത്തിലുമുള്ള ആൺശലഭം ചിലയൂറ്റാൻ സ്വഭാവം കാണിക്കാറുണ്ട്. കിളിവാലൻ ശലഭങ്ങളിൽ ഉൾപ്പെടുന്ന വളരെ സാധാരണമായി കണ്ടുവരുന്നവയാണ് ഇവർ. ഇവനാണ് റസ്റ്റിക് ബട്ടർഫ്ലൈ. തവിട്ടു കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയ ചിറകുകളുള്ള ഇവ ഭയങ്കത അല്ലെങ്കിൽ ചളിര് എന്ന മരത്തിന്റെ തളിർ ഇലകൾ മുട്ടയിടുന്നത് കൊണ്ടാവാം ഭയങ്കതൻ എന്ന ഭാഷാനാമം ലഭിച്ചത്. ഭയങ്കത സസ്യം പൂക്കുന്നത് വേനൽക്കാലത്തായതിനാൽ ഇവ വേനൽക്കാലത്താണ് മുട്ടയിടുന്നത്. ഇവയുടെ മുട്ടകൾക്ക് മഞ്ഞ നിറമാണ്. ലാർവയുടെ തലയുടെ ഭാഗം ഇളം മഞ്ഞ നിറവും ബാക്കി ഭാഗം കറുപ്പ് കലർന്ന ഇരുണ്ട നിറവുമാണ്. പുഴുവിന്റെ ദേഹത്ത് മുള്ളുകളുണ്ട്. പ്യൂപ്പകൾക്ക് മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിലും സ്വർണ്ണ നിറത്തിലുമുള്ള ഭാഗങ്ങൾ ഉണ്ട്. നാട്ടിൻപുറങ്ങളിലും കാവുകളിലും സാധാരണ കാണാറുള്ള ഇവ താഴ്ന്നു പതുക്കെ പറക്കുന്ന കൂട്ടരാണ്. ആൺ ശലഭങ്ങൾ കൂട്ടത്തോടെ മണ്ണിൽ വന്നിരിക്കുന്നത് കാണാറുണ്ട്. നാരകക്കാളി. സർവ്വസാധാരണമായി കാണപ്പെടുന്ന കോമൺ മോർമോൺ എന്ന ഇംഗ്ലീഷ് നാമമുള്ള ഈ ശലഭങ്ങൾ മഴയ്ക്ക് ശേഷമാണ് കൂടുതലായി കാണപ്പെടാറ്. കാട്ടുനാരകം, കൂവളം, കറിവേപ്പില, നാരകം തുടങ്ങിയ ചെടികളിലാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത്. പൊതുവെ നാരക ചെടികളിൽ മുട്ടയിടുന്നത് കൊണ്ടാവാം നാരകക്കാളി എന്ന ഭാഷാനാമം ലഭിച്ചത്. ആൺ പെൺ ശലഭങ്ങൾക്ക് നിറവ്യത്യാസമുണ്ട്. ആൺ പൂമ്പാറ്റകളുടെ മുൻചിറക് കറുത്തിട്ടാണ്. അതിന് പിൻഭാഗത്ത് വെളുത്ത കുത്തുകൾ കാണാം. പിൻചിറകിന് നടുവിൽ നിരയായും വെളുത്ത കുത്തുകളുണ്ട്. മറ്റു പൂമ്പാറ്റകളെ ഇവർ അനുകരിക്കാറുമുണ്ട്. പെൺശലഭങ്ങൾ 3 തരമുണ്ട്.
ആണിനെ പോലെ തന്നെയുള്ള ഒരു തരം ക്രിംസൺ റോസിനെ പോലെ മറ്റൊന്ന്, മൂന്നാമത് കോമൺ റോസിനെ പോലെയുമാണ് കാണാറ്. ശരീരത്തിലെ ഇരുണ്ട നിറമാണ് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷ നേടാനാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത മറ്റു ശലഭങ്ങളെ അനുകരിക്കുന്നത്. പക്ഷികളുടെ കാഷ്ടം പോലെ തോന്നിക്കുന്നവയാണ് ഇവയുടെ മുട്ടകൾ. സസ്യങ്ങളുടെ കവരങ്ങളിലാണ് പ്യൂപ്പ കാണാറുള്ളത്. കരിയില ശലഭം. വെയിൽ ഇഷ്ടമില്ലാത്ത ഈ കൂട്ടർ പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലും ആണ് സാധാരണ പ്രത്യക്ഷപ്പെടാറ്. താഴ്ന്നു പറക്കുന്ന സ്വഭാവക്കാരായ ഇവർ മിക്കവാറും കരിയിലയുടെ ഇടയിൽ തപ്പി നടക്കുന്നത് കാണാവുന്നതാണ്. കരിയിലയുടെ നിറമായതിനാൽ തന്നെ ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇവരുടെ ചിറകുകളുടെ അടിഭാഗത്തെ ഡിസൈൻ പല ശലഭങ്ങളിലും വ്യത്യാസപ്പെട്ട് കണ്ടിട്ടുണ്ട്. ചിറകുകളുടെ ആകൃതി പ്രത്യേകതയുള്ളതാണ്. രാത്രികാലങ്ങളിൽ നിശാശലഭങ്ങളോടൊപ്പം വീടുകളിലെ ബൾബിന് ചുറ്റും പാറി നടക്കുന്ന ഇവർ സാധാരണ കാഴ്ചയാണ്. തീച്ചിറകൻ. തുറസായ സ്ഥലങ്ങളിലും പാതയോരങ്ങളിലും വളരെ സുലഭമായി കാണുന്ന ഇവയുടെ ചിറകുകൾ തീയാളുന്ന പോലെ ജ്വാലാ നിറമുള്ളത് കൊണ്ടാവാം തീച്ചിറകൻ എന്ന പേര് ഇവർക്ക് ലഭിച്ചത്. ചിറകുകളിൽ കറുത്ത കുത്തുകളും പിൻചിറകിനറ്റത്ത് കറുത്ത വരയും ഇവയ്ക്കുണ്ട്. അധികം വലിപ്പമില്ലെങ്കിലും രൂപഭംഗിയിൽ ആരെയും ആകർഷിക്കുന്ന ഈ പൂമ്പാറ്റയെ ഇംഗ്ലീഷിൽ ടോണി കോസ്റ്റർ എന്നറിയപ്പെടുന്നു. നിംഫാനിയുടെ പൂമ്പാറ്റ കുടുംബത്തിലെ അക്രീന ഉപകുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏക പൂമ്പാറ്റയാണിത്. മഴ കഴിഞ്ഞുള്ള മാസത്തിലാണ് ഇവയെ കൂടുതലായി കാണുന്നത്. തറനിരപ്പിൽ നിന്ന് അധികം ഉയർന്നു പറക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവർ ഇരപിടിയന്മാരെ അകറ്റുന്നതിനായി ദുർഗന്ധമേറുന്ന ഒരു മഞ്ഞ ദ്രാവകം ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. അപകടം മണത്താൽ ചത്തതുപോലെ കിടന്ന് രക്ഷപ്പെടുന്ന വിദ്യയും ഇവർക്കറിയാം. ഫാഷൻ ഫ്രൂട്ട്, മുതുക്ക്, കാട്ടുപൂവരശ് തുടങ്ങിയവയിൽ ഇവയെ കാണാം. ഇവ കൂട്ടങ്ങളായിട്ടാണ് മുട്ടയിടുന്നത്. ദേഹത്ത് മുള്ളുകൾ ഉള്ള ഇവയുടെ ലാർവകൾക്ക് ചുവപ്പ് കലർന്ന ചോക്ലേറ്റ് നിറമാണ്. ലാർവകൾക്കും ദുർഗന്ധ പ്രയോഗം അറിയാം. മഞ്ഞ പാപ്പാത്തി. മഞ്ഞ നിറമുള്ള ഈ ചെറിയ പൂമ്പാറ്റകൾ നമ്മുടെ നാട്ടിലെ പുല്ലുകളിലും ചെറിയ ചെടികളിലും പാറി നടക്കുന്നത് നിത്യ കാഴ്ചയാണ്. മഞ്ഞ നിറമുള്ളത് കൊണ്ടാവാം ഇവർ മഞ്ഞ പാപ്പാത്തി എന്ന് അറിയപ്പെടുന്നത്. ഇളം മഞ്ഞ ചിറകുകളുടെ മുകൾ അറ്റത്ത് ചെറിയ കറുത്ത കുത്തുകളുണ്ട്. മഞ്ഞ ചിറകിന്റെ മുകൾ ഭാഗത്ത് കറുത്ത വരയുമുണ്ട്. മുൻചിറകിന്റെ അടിഭാഗത്തും കറുത്ത പൊട്ടുകൾ കാണാം. സ്മാൾ ഗ്രാസ് സ്പോട്ട്, ഗ്രാസ് ലോ വൺ സ്പോട്ട്, ഗ്രാസ് സ്പോട്ട്ലെസ് ഗ്രാസ് എന്നീ അടുത്ത ബന്ധുക്കളും ഇക്കൂട്ടർക്കുണ്ട്. കണിക്കൊന്ന, ചക്രത്തകര, വാഗ, ആനത്തകര തുടങ്ങിയവയിൽ കാണാനാകും. ഇവയുടെ ലാർവകൾ തകര, കൊന്ന എന്നിവയിൽ പയർവർഗ ചെടികളിലും ആണ് കാണപ്പെടുന്നത്. ലാർവകൾക്ക് കൊടും പച്ച നിറമാണ്. ഇവയുടെ ശരീരത്തിൽ വെളുത്ത ഒരു നേർവരയുണ്ട്. ചെടിയുടെ കമ്പുകളിൽ പ്യൂപ്പകൾ കൂട്ടമായി തൂങ്ങിക്കിടക്കുന്നത് ഈ ഇനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പഞ്ചനേത്രി. ചിറകിൽ കണ്ണുകൾ പോലെയുള്ള 5 പൊട്ടുകൾ ഉള്ളതിനാലാണ് ഇവയ്ക്ക് പഞ്ചനേത്രി എന്ന ഭാഷാനാമം ലഭിച്ചത്. ചിറകുകൾ പകുതി തുറന്ന് വെയിൽ കായുന്ന സ്വഭാവക്കാരായ ഇവർ കാട്ടുപ്രദേശങ്ങളിലാണ് താമസം. ഏത് കാലത്തും കാണപ്പെടുന്ന ഇവ വേനൽക്കാലങ്ങളിൽ അരുവികൾക്കരികിലൂടെ പറന്നു നടക്കുന്നത് കാണാം. പുൽവർഗ സസ്യങ്ങളിലാണ് ഇവ മുട്ടയിടാറ്. നാട്ടുകോമാളി. ഇന്ത്യയിൽ കാണപ്പെടുന്ന നീലി ചിത്രശലഭ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു ചെറിയ ചിത്രശലഭമാണ് നാട്ടുകോമാളി. വെള്ളയിൽ കറുത്ത പുള്ളികളോട് കൂടിയ ഇവ നിലത്തോട് ചേർന്ന വളരെ പതുക്കെ പറക്കുന്ന കൂട്ടരാണ്. ഇടയ്ക്കിടെ പുൽത്തുമ്പുകളിലും ഇലകളിലും മറ്റും വിശ്രമിച്ച ശേഷം കുറച്ച് പറക്കുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. ചെറിയ കുറ്റിക്കാടിലും തുറന്ന പ്രദേശങ്ങളിലും ഇവയെ കാണാം. നാട്ടുമാരൻ അഥവാ മാരൻ ശലഭം. നീലിശലഭങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പൂമ്പാറ്റയാണിത്. മഴക്കാടുകളിലും സമതലങ്ങളിലും വെളിപ്രദേശങ്ങളുമാണ് ഈ ശലഭത്തിന്റെ ആവാസ കേന്ദ്രങ്ങൾ. ആൺശലഭത്തിന്റെ ചിറകിന് പുറം വശം തിളങ്ങുന്ന നീല നിറമാണ്. പെൺശലഭങ്ങൾക്ക് തവിട്ട് നിറവും. ഈന്തിന്റെ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളിൽ ജീവിതചക്രം പൂർത്തിയാക്കുന്ന അപൂർവം ചിത്രശലഭങ്ങളിൽ ഒന്നാണിത്. തോട്ട ഈന്ത് എന്ന സസ്യത്തിന്റെ ഇലകളിലാണ് മാരൻ ശലഭത്തിന്റെ ലാർവയുടെ പ്രധാന ആഹാരം. കൂട്ടമായി കാണുന്ന ഇവയുടെ ലാർവകൾക്ക്
ചോണനുറുമ്പുകൾ കാവൽ നിൽക്കുന്നത് കാണാം. ഈന്തിന്റെ അടിവശത്തും ഉണങ്ങിയ ഓലകളുടെ മറവിലുമാണ് ഇവ പ്യൂപ്പ ആകുന്നതിനായി തിരഞ്ഞെടുക്കുന്നത്. ഓലക്കണ്ടൻ തെക്കേ ഏഷ്യയിൽ കാണപ്പെടാറുള്ള ഒരു ചിത്രശലഭമാണിത്. തെങ്ങ്, പന, കവുങ്ങ് എന്നിവയുടെ ഓലയിലാണ് ഇവ മുട്ടയിടാറ്. അതിനാലാവാം ഓലക്കണ്ടൻ എന്ന പേര് ഇവർക്ക് ലഭിച്ചത്. ഇവയുടെ ആൺ പെൺ ശലഭങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനാകും. പെൺശലഭങ്ങൾക്ക് എരുക്കുതപ്പിയെയും വരയൻ കടുവയെയും അനുകരിക്കാറുണ്ട്. ഇവയുടെ ചിറകിൻ ഉൾവശം ഡാർക്ക് ബ്രൗണും പുറംവശം ചുവപ്പ് കലർന്ന ബ്രൗൺ നിറവുമായിരിക്കും. കൂടാതെ വെള്ള നിറം സ്പ്രേ ചെയ്തതുപോലെ കാണപ്പെടുന്നു. ചീഞ്ഞളിഞ്ഞ പഴങ്ങളാണ് ഇവയുടെ പ്രധാന ആഹാരം. മഞ്ഞത്തകരമുത്തി ലെമൺ എമിഗ്രൻ്റ് എന്നും കോമൺ എമിഗ്രൻ്റ് എന്നും വിളിക്കപ്പെടാറുള്ള മഞ്ഞത്തകരമുത്തി ക്രീം നിറം മുതൽ മഞ്ഞ നിറം വരെയുള്ളവ ഈ കൂട്ടരുടെ ഇടയിലുണ്ട്. സ്പർശനികൾ കറുപ്പും ചുവപ്പുമുള്ള 2 ഇനങ്ങളും ഇവരുടെ ഇടയിലുണ്ട്. ആനത്തകര, മഞ്ഞത്തകര, കണിക്കൊന്ന, പ്ലാവ് തുടങ്ങിയവയിൽ സാധാരണ കാണപ്പെടുന്നു. എല്ലാ കാലത്തും നമ്മുടെ ചുറ്റുപാടും കാണുന്ന വെളുപ്പ് കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയ പൂമ്പാറ്റയാണ്. സ്കൂൾ വളപ്പിലെ കണിക്കൊന്നകളിൽ ഇവയുടെ ലാർവകൾ സാധാരണ കാഴ്ചയാണ്. ഒരാഴ്ച കൊണ്ട് ഇളം പച്ച ചേർന്ന മഞ്ഞ പ്യൂപ്പകൾ പൂർണ്ണമായി വളർച്ചയേറുന്നു. വെയിലിൽ അങ്ങുമിങ്ങും പാറി നടക്കുന്ന ഇവ തേൻ കുടിക്കാനിരിക്കുകയും പെട്ടെന്ന് പറന്നു പോവുകയും ചെയ്യും. ചുരുക്കം ചില കാലങ്ങളിൽ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ധാതുലവണങ്ങൾ വലിച്ചെടുക്കുന്നതിന് ഏർപ്പെടാറുണ്ട്. മഴയ്ക്ക് തൊട്ടു മുമ്പേ ഇവർ ദേശാടനവും നടത്താറുണ്ട്. തവിടൻ കാട്ടിലും നാട്ടിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു സാധാരണ ശലഭമാണ് തവിടൻ. കുറ്റിക്കാടുകൾക്കിടയിലും നനവുള്ള പ്രദേശങ്ങളിലും ഇവയെ കാണപ്പെടാറുണ്ട്. ഇവ തേൻ കുടിക്കില്ല. ചീഞ്ഞ പഴങ്ങളും മരക്കറയുമാണ് പ്രധാന ഭക്ഷണം. മുൻചിറകുകൾ ഓരോന്നിലും ഓരോ കണ്ണുകൾ കാണാം. നനവുള്ള സമയങ്ങളിൽ മുൻചിറകിൽ നിന്നും പിൻചിറകിലേക്ക് നീളുന്ന വെളുത്ത വര കാണാം. എന്നാൽ കടുത്ത വേനൽക്കാലത്ത് വരകളും പൊട്ടുകളും തെളിഞ്ഞു കാണാറില്ല. പുൽവർഗ സസ്യങ്ങളിൽ ആണ് ശലഭപ്പുഴുക്കൾ വളരുന്നത്. പൊട്ടുവെള്ളാട്ടി പുല്ല് വളർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ പാറി നടക്കുന്നത് കാണാറുള്ള ഒരു കൊച്ചു ശലഭമാണ് പൊട്ടുവെള്ളാട്ടി. റോമൻ പുരാണങ്ങളിലെ ഒരു സുന്ദരിയുടെ പേരായ സൈക്കി എന്നതാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. മുന്നിലെ വെള്ളച്ചിറകിൻ്റെ മുകൾ ഭാഗത്ത് കറുത്ത പൊട്ടുകൾ കാണാം. തറനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിൽ അല്ലാതെയാണ് ഇവ പറക്കാറ്. ശക്തമല്ലാത്ത മട്ടിൽ പറക്കാറുള്ള ഇവ ചിറകടിക്കുമ്പോൾ ശരീരം മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാറുണ്ട്. ഇവയുടെ പ്യൂപ്പകൾക്ക് പച്ച നിറമാണ്. രത്നനീലി ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ പൂമ്പാറ്റയാണ് രത്നനീലി. കാടിനോട് ചേർന്നുള്ള തുറസായ പ്രദേശത്തും പുൽമേടുകളിലും ഇവയെ കാണാം. ചെറിയ പൂമ്പാറ്റ ആയതിനാൽ പൂമ്പാറ്റ ആണോ എന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ വളരെ പ്രയാസപ്പെട്ടു. രത്നനീലിയുടെ പിൻചിറകിന്റെ അരികിൽ തിളങ്ങുന്ന ഓറഞ്ച് വരെയുള്ള 6 പൊട്ടുകൾ കാണാവുന്നതാണ്. ആൺ പൂമ്പാറ്റയുടെ ചിറകിന്റെ മുകൾ ഭാഗം തിളങ്ങുന്ന നീല നിറമാണ്. പെൺശലഭങ്ങളുടേത് തവിട്ടു നിറവും പുളിയാറിലയിലാണ് മുട്ടയിടുന്നത്. ലാർവകൾക്ക് പച്ചയോ തവിട്ടോ നിറമായിരിക്കും. ഗരുഡശലഭം നമ്മുടെ സ്കൂളിലെ വിരുന്നുകാരായി എത്തിയ എത്രയൊക്കെ ശലഭത്തെക്കുറിച്ച് പറഞ്ഞാലും അതൊന്നും ഈ വിരുദിനെ പോലെ ആകില്ല. ആരാണെന്നോ? കർണാടകയുടെ സംസ്ഥാന ശലഭം. 88 വർഷത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം എന്ന സ്ഥാനം ഇവയ്ക്കുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ചിത്രശലഭം, കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം. അതെ, ഗരുഡശലഭം. ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ശലഭം പൂമ്പാറ്റ നിരീക്ഷണത്തിനിടയിൽ ഒരു കുഞ്ഞു കുരുവി തന്നെയാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു. മുൻചിറകുകൾക്ക് കറുപ്പ് നിറവും പിൻചിറകുകൾക്ക് മഞ്ഞ നിറത്തോടും കൂടിയ ഇവ ഇംഗ്ലീഷിൽ സദേൺ ബേർഡ് വിങ് എന്നറിയപ്പെടുന്നു. പേര് സൂചിപ്പിക്കും പോലെ തെക്കേ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന പൂമ്പാറ്റയാണിത്. ആൺ ശലഭത്തേക്കാൾ പെൺശലഭങ്ങൾക്ക് വലിപ്പം കൂടുതലാണ്. ആൺ ശലഭത്തിന്റെ മുൻചിറകുകൾക്ക് നല്ല തിളങ്ങുന്ന കറുപ്പ് നിറമാണ്. പെൺശലഭങ്ങളുടെ പിൻചിറകുകളിൽ മഞ്ഞ നിറത്തിൽ ചെറിയ പൊട്ടുകളും കാണാം. മുൻചിറകുകൾക്ക് അടുത്ത് ചുവന്ന പാടുകളും ഇവയ്ക്കുണ്ട്. ഗരുഡക്കൊടി, ഈശ്വരമുല്ല എന്നിവയിലാണ് സാധാരണ മുട്ടയിടാറ്. കൃഷ്ണകിരീടം, പെരിങ്കലം, ചെത്തി എന്നിവയിൽ നിന്നുള്ള തേൻ നുകരാൻ ഇവയ്ക്ക് പ്രത്യേക താല്പര്യമാണ്.
പൂക്കളിൽ നിന്ന് തേൻ നുകരുമ്പോൾ ചിറക് തുരുതുരാ ചലിപ്പിച്ചു കൊണ്ടിരിക്കും. മഴക്കാലത്തും മഴ കഴിഞ്ഞ് കുറച്ചു കാലവും ആണ് ഇവ കൂടുതലായും നമ്മുടെ നാട്ടിൽ കാണപ്പെടാറ്. നാട്ടുറോസ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരെ സാധാരണമായി കാണപ്പെടുന്നവരാണ് നാട്ടുറോസ് എന്ന ഭാഷാ നാമമുള്ള ഈ പൂമ്പാറ്റ. കോമൺ റോസ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ പൂമ്പാറ്റ കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നു. കിളിവാനൽ പൂമ്പാറ്റകളുടെ കുടുംബത്തിൽപ്പെടുന്ന ഇവയ്ക്ക് വെയിലിൽ ചിറകുകൾ നിവർത്തി വയ്ക്കുന്ന സ്വഭാവമുണ്ട്. കറുത്ത മുൻചിറകുകളിൽ വെളുത്ത വരകളുണ്ട്. പിൻചിറകുകളിൽ 5 വെളുത്ത അടയാളങ്ങളുമുണ്ട്. തല മുതൽ അറ്റം വരെയുള്ള ചുവന്ന നിറം ഇവയെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് ഉപകരിക്കുന്നു. ഇവയുടെ പ്രധാന ആഹാരച്ചെടി ഈശ്വരമുല്ലയാണ്. കൃഷ്ണകിരീടം, ചെത്തി തുടങ്ങിയവയിൽ നിന്ന് തേൻ കുടിക്കുന്നവയാണ് ഇവ. വിഷച്ചെടിയായ ഈശ്വരമുല്ല ഭക്ഷിക്കുന്നതിനാൽ മറ്റു ജീവികളുടെ ആക്രമണം ഇവയ്ക്ക് പ്രശ്നമേ അല്ല. ഇരപിടിയന്മാർ പൊതുവെ ഇവയെ ആഹാരിക്കാറില്ല. ഇവയുടെ പ്യൂപ്പകൾ ചെടികളിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്നു. നമ്മുടെ സ്കൂളിൽ ഓരോ വർഷവും പുതുമയും വ്യത്യസ്തതയുള്ളതുമായ തനത് പ്രവർത്തനമാണ് നടത്താറുള്ളത്. 2022-23 അക്കാദമിക വർഷത്തിൽ പച്ചക്കറി കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതിൽ നിന്ന് നല്ല വിളവെടുപ്പ് തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി. 2023-24 അക്കാദമിക വർഷത്തിൽ കരനെൽ കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി കുട്ടികൾക്ക് നേരിട്ടുള്ള അനുഭവം നൽകാൻ കഴിഞ്ഞു. കാർഷിക രംഗത്ത് മികച്ചു നിൽക്കുന്ന വിദ്യാലയം എന്ന അംഗീകാരം അരുവിക്കര പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു. 2024-25 കുട്ടികളുടെ വായനാ പരിപോഷണത്തിനും നിരീക്ഷണ പാഠവത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് ബന്ദികൃഷി ഒരുക്കി. ഇതിൻ്റെ ഭാഗമായി വിരുന്നു വന്ന ഷഡ്പദങ്ങളെ നിരീക്ഷിക്കാനും അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുസ്തകങ്ങൾ വഴി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനും കഴിഞ്ഞു. ശേഖരിച്ച വിവരങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായുള്ള പങ്കുവയ്ക്കലാണ് ഈ വീഡിയോ. ഇതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.